എനിക്കൊരു സംശയം, ലോകവ്യാപകമായിട്ട് ജൂതന്മാരെ പോലെ നമ്മൾ ഇന്ത്യക്കാരെയും വേട്ടയാടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ലോകത്ത് ജൂതന്മാരെ വേട്ടയാടാനായിട്ട് ഉണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നതും ജർമ്മനിയിലെ വ്യാപാരങ്ങളിലൂടെ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരുന്നതും അക്കാലത്ത് ജൂതന്മാരായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ തദ്ദേശീയരായ ജനതയ്ക്ക് സ്വാഭാവികമായിട്ടും, ജൂതന്മാരുടെ ഒരു ജന്മദേശമല്ലല്ലോ, അവർ അവിടെ വന്ന് കയറിയവരാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന നേട്ടത്തിൽ ഈ വരുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, അവിടുത്തെ തദ്ദേശവാസികൾക്ക്. അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിലും ഉണ്ടല്ലോ, ഒരു പണക്കാരനെ കണ്ടാൽ അസൂയ തോന്നുന്ന സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ അവിടുത്തെ ജനങ്ങളിൽ ഈ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ മുതലെടുക്കാൻ വേണ്ടി ഹിറ്റ്ലർ വന്നിട്ട് അതൊരു വലിയ ക്യാമ്പയിനായിട്ട് മാറ്റിയതുപോലെ ഇന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അമേരിക്ക ജനാധിപത്യത്തിൻ്റെ പറുദീസ്, നിയമങ്ങൾ, തുല്യത, എല്ലാ രീതിയിലും ഒരു മാതൃകാപരമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രാജ്യമെന്നാണ് അമേരിക്ക പറയുന്നത്. പല അഭിപ്രായ ഭിന്നതകളും ഇപ്പോൾ ലോകത്ത് നിലവിലുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ എങ്കിലും ആ അമേരിക്കയിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം ജൂതന്മാരുടെ കാര്യമായിട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്, അമേരിക്കയിലെ നമ്പർ 1 പൊസിഷനുകളിൽ ഇരിക്കുന്നത് ഇപ്പോഴാരൊക്കെയാണ്? നമുക്ക് അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാപനമായ ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇങ്ങനെ നമ്മൾക്ക് എടുത്തു പറയാവുന്ന, ഇപ്പോൾ വാട്സാപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ടെസ്ല ആകട്ടെ, അവിടുത്തെ ജനറൽ മോട്ടോഴ്സ് ആകട്ടെ, ബോയിങ് ആകട്ടെ, ഇങ്ങനെ ധാരാളം കമ്പനികളുണ്ട്, ഇന്റർനാഷണൽ ഭീമന്മാരുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഈ ഹിന്ദുസ്ഥാനിൽ പറഞ്ഞ് കേൾക്കുന്ന ഇതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്, ജോൺസൺ ആൻഡ് ജോൺസൺ. ഇതിനെയൊക്കെ നയിക്കുന്നത് ഇന്ത്യൻ ബ്രെയിനുകളാണ്. സുന്ദർ പിച്ചെ വളരെയേറെ ശമ്പളം വാങ്ങുന്നൊരു ഇന്ത്യക്കാരനാണ് അമേരിക്കയിൽ. അദ്ദേഹമാണല്ലോ ഗൂഗിളിനെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യക്കാർ വളരുമ്പോൾ ഈ വിഷം കുത്തിവെക്കാൻ വളരെ എളുപ്പമാണ്. അതായത് എവിടെ നിന്നോ കടന്നു വന്നവർ ഇവിടുത്തെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സ്വാതിൻ്റെ നടുക്കഷ്ണം കഴിക്കുന്നു. അവരാണ് നമ്മളെക്കാൾ ആദ്യത്തെ അർഹർ, ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങൾക്കും എന്നൊരു തോന്നലൊരു അമേരിക്കക്കാരന് ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം അമേരിക്കക്കാരൻ്റെ ഇത് മാത്രമല്ല, അതിനപ്പുറമായിട്ട് കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. അല്ല, എന്തുകൊണ്ടാണ്? കാരണം ഇത്രമാത്രം കഠിനമായിട്ടുള്ള നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഈ പുറം ലോകത്ത് വരുന്നവർ മറ്റൊരു രാജ്യത്തെ അല്ല മറ്റൊരു ജനവിഭാഗങ്ങൾക്കെതിരെ സമരപ്രഖ്യാപനം നടത്തുമ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിക്കാതെ വരുന്നത്. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഹിന്ദുസ് ഫോർ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടന അമേരിക്കയിൽ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. ട്രംപിൻ്റെ ഇതിന് മുൻപത്തെ കാലഘട്ടത്തിൽ, ആ ഒരു ഒന്നാം ഭരണകാലത്ത് അങ്ങനെ ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തതാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് അതിൽ കാര്യമായൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്കറിയാമല്ലോ, റിപ്പബ്ലിക്കൻ പാർട്ടി ആണ് ട്രംപിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ പാർട്ടിയേക്കാൾ കുറച്ചുകൂടെ മികച്ച പിന്തുണ എപ്പോഴും നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഡെമോക്രാറ്റുകളിൽ നിന്നാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണകാലത്താണ് നമ്മൾക്ക് അനുകൂലമായി ഇന്ത്യക്ക് അനുകൂലമായി എന്തെങ്കിലും നിയമങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യകാലത്ത് ഇന്ത്യക്കാർ ഡെമോക്രാറ്റുകളുടെ കൂട്ടത്തിലായിരുന്നു, ട്രംപിനോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരവസ്ഥയുണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിലപാടുകളിൽ, ഭരണകൂടങ്ങളുടെ നിലപാടുകൾ അനുസരിച്ച് ഹിന്ദു ജനത അവിടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനത എന്ന് പറയുന്ന അവിടെ ഒരു സംഘടിത സ്വഭാവത്തിലല്ല. ഇന്ത്യൻ ജനതയെ പൊതുവെ ഹിന്ദു ജനത എന്നാണ് അവിടെ വിളിക്കുന്നത്, ഒരു വംശീയമായ രീതിയിലാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ 52 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാർ അമേരിക്കയിലെ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ആൾക്കാരാണ്. കാലിഫോർണിയ, ടെക്സാസ്, ന്യൂജേഴ്സി എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ വളരെ ശക്തമായ ഒരു സമൂഹമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അത് ഹൗഡി മോഡി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സാർ ഓർക്കുന്നുണ്ടല്ലോ, ടെക്സാസിൽ. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ജനസംഖ്യയിൽ അത്രമാത്രം സ്വാധീനമുള്ളത് കൊണ്ടാണ് ട്രംപിന് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി മോദിയെ വിളിക്കേണ്ടി വന്നത്. അപ്പോൾ അത്രമാത്രം ശക്തമായൊരു സമൂഹം അവിടെ വളർന്നു വരുമ്പോൾ തദ്ദേശീയവർക്കുണ്ടാകാവുന്ന ഒരു കണ്ണുകടി എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു എതിർപ്പ് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. അത് ഒരു വംശീയമായ എതിർപ്പാകാം, രാജ്യത്തോടുള്ള, അതായത് മണ്ണിൻ്റെ മക്കൾ വാദം പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. എന്നാൽ ഇവിടെ സംഭവം അതല്ല. ഇവിടെ അതിനപ്പുറം മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതായത് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ അതിശക്തമായ നിയമങ്ങളുണ്ട്.
ആ നിയമങ്ങൾ ഉള്ളപ്പോൾ പോലും ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് എതിരെ അമേരിക്കയിൽ അതിശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു. അതിനെതിരെ കർശനമായ നടപടി എടുക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ എടുക്കാൻ പറ്റാത്ത രീതിയിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്കാരെന്ന രീതിയിൽ വ്യക്തികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നു. നമ്മുടെ ഈ ബ്രൗൺ സ്കിൻ കണ്ടുകൊണ്ട് തന്നെ ആളെ മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ അതിലപ്പുറം എനിക്ക് തോന്നുന്നത് അതിലപ്പുറം ഇപ്പോൾ ഒരു വേറെ തരത്തിലുള്ള ആക്രമണ രീതികളും അതിൻ്റെ ആശങ്കകളും നമുക്ക് തോന്നുന്നത്. കാരണം അവിടുത്തെ തദ്ദേശീയരെക്കാളേറെ അമേരിക്കയിൽ കുടിയേറി പാർത്ത വേറൊരു വിഭാഗമാണ്. അത് സത്യമാണ്. അതായത് അവർ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു, അതോടൊപ്പം തന്നെ ഓൺലൈനിലുള്ള അറ്റാക്ക് വളരെ കൂടുതലാണ്. ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യക്കാരെക്കുറിച്ച്, ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ച്, ഇന്ത്യക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തേജസ് അപകടമുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യാപകമായിട്ട് ഇന്ത്യക്കാരെ അപഹസിക്കുവാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ വൃത്തിയില്ലാത്തവരാണ്, പാമ്പാട്ടികളുടെ നാട്ടിൽ നിന്നുള്ളവരാണ്, ദാരിദ്ര്യം. പക്ഷെ അതൊന്നും ഇപ്പൊ ഇനി ഉള്ളതായിട്ട് തോന്നില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ പണ്ട് മംഗളയാൻ പോയ സമയത്ത് ഓർമ്മയുണ്ടല്ലോ, കാളവണ്ടിയെ കാണിച്ചു. കാളവണ്ടി കാണിച്ചു. പക്ഷെ അത്തരം ഇതൊന്നും ഇപ്പൊ ഓടുന്നു എനിക്ക് തോന്നുന്നില്ലത്. അല്ല, പക്ഷെ ഓടിക്കാമല്ലോ അവർക്ക്. സംഭവം എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഈ സംഭവം ഉണ്ടായപ്പോൾ, അതായത് തേജസ് കറന്നപ്പോൾ പാകിസ്ഥാൻ എത്രമാത്രം ഗംഭീരമായിട്ടാണ് അത് ആഘോഷിച്ചത്. അവർ തോറ്റിട്ട് പോലെ അവർ ആഘോഷിക്കില്ല എന്നതുപോലെ അവിടെ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ പല യൂണിവേഴ്സിറ്റികളിലെ അക്കാദമിക് ചർച്ചകളിൽ ബോധപൂർവമായി ഇന്ത്യൻ വിരുദ്ധത കുത്തി നിറക്കുന്ന പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളും നടക്കുന്നു. ഇവിടെയെല്ലാം ഇതിൻ്റെ പിന്നിൽ അതിശക്തമായ സ്വാധീനം ആ രാജ്യത്തുള്ള മറ്റ് മതവിഭാഗങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഇതിനൊക്കെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലർ അതിന് ഒളിഞ്ഞോ തെളിഞ്ഞോ സഹായിക്കുന്നുണ്ടെന്നുള്ള സത്യമല്ലേ? കാരണം കഴിഞ്ഞ ഏതോ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് ഇന്ത്യ വിരുദ്ധ അതിൽ ഈ രീതിയിലുള്ള ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു വംശീയമായ രീതിയിലേക്ക് ഒരു പോളറൈസേഷൻ വരുന്ന രീതിയിൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ 7 ലക്ഷം പാകിസ്ഥാനികൾ അമേരിക്കയിലുണ്ട്. അതേപോലെ തന്നെ 4.2 ലക്ഷത്തോളം ചൈനക്കാർ പാകിസ്ഥാനിലുണ്ട്. ഇതിൽ ISI ഏജന്റുമാരുമുണ്ട്, ചൈനീസ് ചാരന്മാരുമുണ്ട്. സ്വാഭാവികമാണ്, അവരെ തിരിച്ചറിയാൻ നമുക്ക് പ്രത്യേക ഐഡന്റിറ്റി ഒന്നും കാണിച്ചുകൊണ്ടല്ലല്ലോ അവർ നടക്കുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ പിന്നിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കലാപങ്ങൾക്ക് പിന്നിൽ ചില ശക്തികൾ വളരെ മൗനമായി അല്ലെങ്കിൽ നിശബ്ദമായി പ്രവർത്തിക്കുകയും അതേപോലത്തെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇപ്പോൾ ശക്തിപ്പെടുന്നത്. ഈ ഇന്ത്യൻ സംഘടനകൾ US നിയമനിർമ്മാതാക്കളെ കണ്ടത്, അതായത് സെനറ്റ് അംഗങ്ങളെയും മറ്റുമൊക്കെ കണ്ടിട്ട് പല തവണയായിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പരാതികളിലൊന്നും കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. അമേരിക്ക ഫസ്റ്റ് എന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ വെച്ചുകൊണ്ട് ട്രംപ് അധികാരത്തിലേറി. അതിന് ഇന്ത്യക്കാരുടെ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യക്കാർ വളരെയേറെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യാപാര താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങാതെ വന്നതോടുകൂടി ആപ്പിളിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പല രീതിയിലുള്ള ഇന്ത്യക്ക് എതിരായ ഇന്ത്യക്കാർക്കുള്ള വിസയിലെ H1B1 വിസ എന്ന് പറഞ്ഞൊരു വിസയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിസയിലൊക്കെ ഇദ്ദേഹം കർശന നിലപാടും അവൻ്റെ ഫീസ് 10-20 ഇരട്ടി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനെതിരെ നമ്മൾ പ്രത്യേകിച്ച് ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ആ ഇതിൻ്റെ വിസയുടെ ഫീസ് വർദ്ധിച്ചുകൊണ്ട് നഷ്ടം വന്ന അവസാനം അമേരിക്കയ്ക്ക് തന്നെയാണ്. ആ അമേരിക്കയ്ക്ക് വന്ന നഷ്ടം അങ്ങനെ നിന്നപ്പോൾ, ഉപരോധം കൊണ്ട് വന്ന നഷ്ടം അങ്ങനെ നിന്നപ്പോൾ, ഇത് രണ്ടിനെയും മറികടക്കാൻ വേണ്ടി ഈ അമേരിക്ക നമ്മളോട് ചർച്ചയ്ക്ക് നിൽക്കുന്നു. പക്ഷേ എങ്കിലും ട്രംപും മോദിയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ സുഖകരമല്ല. ഈ തക്കം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാൻ്റെ ചാരസംഘടന ഓർഗനൈസ് ചെയ്തുകൊണ്ട് അവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിലെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം ആൾക്കാർ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ പ്ലക്കാർഡ് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ അവർ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരണവും നടത്തുന്നുണ്ട്. മെഗാഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എല്ലാ മെഗാഫോണൊക്കെ പശ്ചാത്തല രാജ്യങ്ങളിലൊക്കെ ആണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വംശീയമായ എതിർപ്പുകൾക്ക് എതിരെ അവിടെ അതിശക്തമായ നിയമങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹേറ്റ് ക്രൈം ലോസ് എന്നും പറഞ്ഞ് ഉള്ളതുണ്ട്. അത് പക്ഷേ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞ സാധനം അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അങ്ങനെയാണ്. മതത്തിനെ എതിർക്കാം, നിങ്ങൾക്ക് മതത്തിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാം. ഇത് മതത്തിന് മാത്രമല്ല എതിർക്കുന്നത്, ഒരു സമൂഹത്തിന് എതിർക്കുന്നത്. അത് ഇന്ത്യക്കാരെ മൊത്തമായിട്ട് വ്യാപിക്കുന്ന കാര്യങ്ങളല്ലേ? അത് മതത്തിന് മാത്രമല്ല എതിർക്കുന്നത്. അല്ല, അതിനവിടെ നിയമമുണ്ട്. മാത്യു ഷെപ്പേർഡ് ആൻഡ് ജെയിംസ്
ബയാഡ് നിയമം എന്ന് പറഞ്ഞ് 2009 ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയാണ്. വംശം, മതം, ദേശീയത, ഉദ്ഭവം, ലൈംഗികാഭിമുഖ്യം, ലിംഗസമത്വം എന്നിവയൊക്കെ അതിനൊക്കെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഈ നിയമം ശക്തമായിട്ട് അവരെ കൈകാര്യം ചെയ്യും. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ ഈ സംഭവം ഉച്ച നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്ത്യൻ കടകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ, വലിയ ഇന്ത്യൻ കടകളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രോഗ്രാം നടത്തുകയാണ്. നിങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ, ഇന്ത്യക്കാരോട് വാങ്ങിച്ചാൽ, ഹിന്ദുക്കളോട് വാങ്ങിച്ചാൽ അവസാനം നിങ്ങൾ മുടക്കുന്ന പണം എത്തിച്ചേരുന്നത് നിങ്ങളെ തന്നെ നശിപ്പിക്കാനായിരിക്കും. ഇന്ത്യ ഒരു വലിയ ആയുധശക്തിയായിട്ട് അമേരിക്കയോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിലുള്ള നിരപരാധികളെ ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കകത്തുള്ള വംശീയ വിദ്വേഷം കൊണ്ട് അവിടുത്തെ ഒരു ജനവിഭാഗത്തോട് എതിർ നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയെ ദുർബലപ്പെടുത്തുക, അതിനുവേണ്ടി ഇന്ത്യക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ തുകയും പിൻവലിക്കുക. ഇന്ത്യ കച്ചവടക്കാരെന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യാപാര മുഖമാണ്. അതിനോട് ഒരു തരത്തിലുള്ള ആഭിമുഖ്യവും കാണിക്കരുത്. ഇന്ത്യക്കാരിൽ തന്നെ ഒരു പ്രത്യേക ഭാഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. അത് ഗുജറാത്തിലുള്ള പട്ടേൽ വിഭാഗത്തെയാണ്. അതായത് അവര് ഓൾറെഡി ബിസിനസ്സുകാരാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവരെയാണ് ഇതിൽ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇതിൽ അവരെ ലക്ഷ്യം വെക്കുമ്പോഴും ബാധിക്കുന്നത് മൊത്തം ഇന്ത്യക്കാരെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവിടെ അമേരിക്കയിലെ നിയമങ്ങൾ വളരെ കർശനമാണെന്ന് പറഞ്ഞല്ലോ. വിവിധ സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ നിയമം കൂടാതെ, ഇതൊരു ഫെഡറൽ കുറ്റകൃത്യമായിട്ടാണ് അമേരിക്ക കാണുന്നത്. ഈ ഫെഡറൽ നിയമം കൂടാതെ തന്നെ മറ്റ് രീതിയിലുള്ള സംസ്ഥാനങ്ങളുടെ നിയമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഫ്രീ സ്പീച്ച് എന്ന ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായിട്ട് ഇന്ത്യക്കാർക്കെതിരെയുള്ള വംശീയ പ്രതിഷേധങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും.